ടെൻസിങ് ഹിലാരി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആൾക്കാർ. എത്ര പേർക്ക് ജങ്കോ ടെബൈ ആദ്യം വനിതേനെ ഓർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർക്ക് മൗണ്ടനിയറിങ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക എന്നുള്ളത്. ഞാൻ ഈ കാര്യം പറയാൻ കാരണം ഇപ്പോഴത്തെ പ്രധാന വാർത്തയിൽ കബക്യാനോ 26 വയസ്സുകാരി ആയിട്ടുള്ള അരുണാചൽ പ്രദേശുകാരിയാണ്. എത്ര പേര് ഇവരെക്കുറിച്ചുള്ള വാർത്ത വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഒത്തിരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ഒരു ഇന്ത്യക്കാരിയായിട്ട് യൂറോപ്പിലെ റഷ്യയിലുള്ള ഏറ്റവും വലിയ പീക്കായ മൗണ്ട് എൽബ്രസ് ഇവർ കീഴടക്കി. അതൊരു ചെറിയ കാര്യമല്ല. സോ മൗണ്ട് എൽബ്രസ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ റഷ്യയിലുള്ളതാണ്. ജോർജിയ ബോർഡറിലൊക്കെ അടുത്ത് വരുന്നത്. ഇതൊരു ഡോർമെന്റ് സ്ട്രാറ്റോ വോൾക്കാനാണ്. വോൾക്കാനോ പല തരത്തിലുണ്ട്. അപ്പോൾ എന്തിനാണ് ഒരു ഇന്ത്യക്കാരിയായ കബക്യാനോ ഇവിടെ പോയി യൂറോപ്യൻ മൗണ്ടൻ കോൺകർ ചെയ്തെന്ന് ചോദിച്ചാൽ 7 സമ്മിറ്റ് ചാലഞ്ച്. ലോകത്തുള്ള 7 കോണ്ടിനെന്റിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പീക്കിലെല്ലാം പോയി കോൺകർ ചെയ്യുക എന്നുള്ളതാണ് 7 സമ്മിറ്റ് ചാലഞ്ച്. എവറസ്റ്റ് കീഴടക്കി കബക്യാനോ, എൽബ്രസ് കീഴടക്കി, അതേപോലെ തന്നെ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, അക്കൺകാഗുവ, ഡെനാലി, വിൻസെന്റ് മാസിഫ്, ഇങ്ങനത്തെ കുറേ മൗണ്ടൻസ് അവിടെ ചെന്ന് കോൺകർ ചെയ്യുമ്പോഴാണ് ഈ 7 സമ്മിറ്റ് ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. എന്തായാലും എൽബ്രസ് മൗണ്ടനെ കുറിച്ചിട്ട് ഒരു ഇൻഫർമേഷനോ മാത്രമല്ല, കബക്യാനോ എന്ന് പറയുന്ന ഇവരുടെ സ്പിരിറ്റിന് കൊടുക്കാൻ വലിയൊരു സല്യൂട്ട്.